സർ, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഒരു ജ്ഞാനായക്കാരുടെ ജനകീയ പ്രസ്ഥാനമായ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിന്റെ കഴിഞ്ഞ നിങ്ങളുടെ സാറിന്റെ ലീഡർഷിപ്പിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഏപ്രിൽ ചൈതന്യയിൽ നടന്ന മീറ്റിംഗ് ആയിരുന്നു. ഏപ്രിൽ 1-ാം തീയതി നടന്ന സമ്മേളനം ഒരു ഐതിഹാസികമായ സമ്മേളനം. അതെ, ഒരു ചരിത്ര സംഭവം. കാരണം ഇതൊക്കെ ദൈവദൃശ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ആ സമ്മേളനത്തിലേക്കും പിതാവിനോട് വരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ. എങ്കിലും അദ്ദേഹം നിർബന്ധിച്ചു വന്ന. രണ്ട്, അമ്മ ഇവിടുത്തെ പാസ്റ്റൽ കൗൺസിൽ കൂടി ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി കൊല്ലാവർ മേലച്ചൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ അന്നത്തെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റുകളെല്ലാവരും, അവര് 5 പേരുണ്ട്. VP തോമസ് സാറ്, ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്ത് ആലോചിച്ച് ഈ അമേരിക്കയിലെ ഇഷ്യൂ തന്നെ അതിനെ കം ടു എ കൺക്ലൂഷനാണ്, ഒരു തീരുമാനം. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കേണ്ട, എൻഡോഗമി വിഷയം ഇവിടുത്തെ പോലെ തന്നെ മതി അമേരിക്കയിൽ എന്നൊരു തീരുമാനം എടുത്ത് നിൽക്കുമ്പോഴാണ് ആ തീരുമാനം ഇവിടെ എക്സിസ്റ്റിങ് ആണ്. ഇത് നിൽക്കുമ്പം പിതാവോടെ പോയി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കണം. എൻഡോഗമിയിൽ കോംപ്രമൈസ് വെച്ചാൽ പിന്നെ ജ്ഞാനായ സമുദായത്തിന്റെ നിലനിൽപ്പിനർത്ഥം. അപ്പോൾ അമേരിക്കയിൽ ഉടനീളം ജ്ഞാനായ പള്ളികൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാണ് ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ച് അവിടെ പള്ളികളെല്ലാം ഒട്ടാക്കിയത്. ഞാൻ പോലും അതിന് സാക്ഷിയാണ്, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. അമേരിക്കയിൽ ഇത് നോൺ എൻഡോഗമസ് ആണ്. ഈ പള്ളിയുടെ എല്ലാം യഥാർത്ഥ രൂപം എന്താണെന്ന് പൊതുജനത്തിനെ വേണ്ട വിധത്തിൽ എഡ്യൂക്കേറ്റ്, അതായത് ഒരു സാധാരണക്കാരനായ ഒരു അമേരിക്കൻ ജ്ഞാനായക്കാരന് മനസ്സിലാകത്തക്ക രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. മേ ബി ഫൈൻ പ്രിന്റിൽ താഴെ ഈ സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് മനസ്സിലാകത്തക്ക വിധത്തിൽ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്നോ ലോകത്ത് എവിടെയാണെങ്കിലും ജ്ഞാനായക്കാരൻ ഒറ്റ ജ്ഞാനായക്കാരന് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നെ സംബന്ധിച്ചു. ഒരു നദി അങ്ങ് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മല കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കടൽ കഴിഞ്ഞാൽ ഉടനെ ജ്ഞാനായത്തിന് ഡെഫിനിഷനിൽ ഡിഫറൻസ് വരാൻ ബുദ്ധിയുള്ള വിവരമുള്ള ആർക്കും പറയാൻ പറ്റിയത് അത് അംഗീകരിക്കാൻ പറ്റും. ഇപ്പം തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ എൻഡോഗമസ് ചർച്ചസ് ഇല്ല. അതുപോലെ ബോംബെ ചെന്നാൽ നമുക്കില്ല. അതേ സെയിം എഫക്റ്റാണ് അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ജ്ഞാനായക്കാരൻ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒറ്റ ജ്ഞാനായക്കാരൻ. ഈ 86-ലെ റീസ്ക്രിപ്റ്റ്, ആ റീസ്ക്രിപ്റ്റ് റിവോക്ക് ചെയ്യുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ശ്രമങ്ങൾ നടന്നിട്ടില്ല. അത് ആർക്കും അറിയത്തില്ല. അല്ല, അതൊക്കെ നമ്മുടെ വൈദികർക്കും അറിയാമായിരുന്നു. പഴയ പല KCC പ്രസിഡന്റുമാർക്കും അറിയാമായിരുന്നു. അവര് ചിലത് ഇതിന് പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 86 റീസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 10-30 ആളുകൾ ചേർന്ന് അവിടെ കല്യാണം കഴിച്ചു വന്ന അമേരിക്കയിലെ 10-30 പേര് അവരെ ഒപ്പിട്ട് റോമിന് ഒരു പെറ്റീഷൻ അയച്ച് ആ പെറ്റീഷന്റെ വെളിച്ചത്തിൽ വന്ന ഒരു മറുപടിയാണ്. ഇറ്റ്സ് നോ ഒരു പേപ്പർ ബോള പോലുമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഓർഡർ ഓഫ് ദ പോപ്പ്. പോപ്പിന്റെ താഴെയുള്ള ഒരു കമ്മിറ്റിക്കാരുടെ ഒരു മറുപടി. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ വേണ്ട രീതിയിൽ അതിൻ്റെ കൗണ്ടർ കൊടുക്കാനോ ശരിയായ രീതിയിൽ നമ്മളുടെ നേതൃത്വത്തിന് പരാജയം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ 86 റീസ്ക്രിപ്റ്റ് ആണ് ഇന്ന് നമുക്ക് ബോംബെയിലും ഡൽഹിയിലും ഇപ്പം പ്രോബ്ലം. ഇതുള്ളത് കൊണ്ട് ഇവിടുത്തെ സീറോ മലബാറുകാരും ആശ്രമത്തിൽ അവരെ നമുക്ക് തരണ്ടാണ്. ഇവിടെ ബോംബെയിൽ ഇപ്പം കല്യാൺ രൂപതവും അല്ലെങ്കിൽ അവിടെയുള്ള പുതിയ ഒരു മെത്രാനെ സീറോ മലബാർ, നമ്മുടെ അച്ഛനെ അവിടെ നമുക്ക് റൈറ്റ് തരികയാണ്. അപ്പൊ ഇത് അമേരിക്ക മാത്രമല്ല, ഇത് എല്ലാ സ്ഥലത്തേക്കും ഇവരിത് വ്യാപിപ്പിച്ച് ഇത് ഫ്യൂച്ചറിൽ ഇവിടെയും ഇത് എടുത്ത് കളയും.
ഭാവി. സോ അതാണ് ഇതിന്റെ പിന്നിലെ ഒരു ഹിഡൻ അജണ്ട. അതൊരു ലോങ് ടൈം പ്ലാനാണ്. ലോങ് ടൈം. ഒരു വൈദികനോ ബിഷപ്പിനോ ഈവൻ പോപ്പിന് പോലും ജ്ഞാനായത്വത്തിന്റെ ഡെഫിനിഷനിൽ വെള്ളത്തിരക്കാനുള്ള അവകാശം